നമസ്കാരം ട്ടാ. അയോധ്യയെക്കുറിച്ച് കോൺഗ്രസിന് അഭിപ്രായം പറയാനുള്ള എന്ത് യോഗ്യതയാണുള്ളതെന്നാണ് ഞാൻ ചോദിക്കുന്നത്. അയോധ്യ രാമക്ഷേത്ര നിർമ്മാണത്തിനോ അതിനോടനുബന്ധിച്ച് അവിടുത്തെ പ്രതിഷ്ഠാ ചടങ്ങുകൾക്കോ പങ്കെടുക്കാതെ മതേതരത്വത്തിന്റെ കപട മുഖം മൂടി അണിഞ്ഞ് അതിൽ നിന്നും വിട്ടുനിന്ന കോൺഗ്രസിന് എന്ത് അഭിപ്രായം പറയാനാണ് യോഗ്യത? ഇവിടുത്തെ ജോൺ ബ്രിട്ടാസ് പറയുകയുണ്ടായല്ലോ. ജോൺ ബ്രിട്ടാസിന് എന്ത് യോഗ്യതയാണുള്ളത്? നിങ്ങൾ CPM അവിടെ പോയോ? ആ ചടങ്ങിന് പോയോ? അയോധ്യയുടെ രാമപ്രതിഷ്ഠാ ചടങ്ങിന് പോയോ? ഇല്ലല്ലോ. പിന്നെ കോൺഗ്രസ്സുകാർ പോയോ? ഇല്ലല്ലോ. പിന്നെ നിങ്ങൾക്ക് എന്ത് യോഗ്യതയാണ് അവിടെ പറയാനുള്ളത്? നിങ്ങൾ മുസ്ലിം ലീഗിന്റെ ഒരു പരിപാടി വന്നാൽ നിങ്ങൾ അവിടെ പോവും, മതേതരമാണെന്ന് പ്രസംഗിക്കും, അതിൽ പങ്കെടുക്കുകയും ചെയ്യും. ഹമാസിനെ അനുകൂലിച്ചുകൊണ്ട് മുസ്ലിം ലീഗ് ഒരു പരിപാടി നടത്തിയപ്പോൾ അവിടെ ഒട്ടുമിക്ക കോൺഗ്രസ്സുകാരും CPMമാരും സന്നിഹിതരായിരുന്നു. അപ്പൊ അവിടെ എവിടെയാണ് മതേതരത്വം? മതേതരത്വം എന്ന് പറഞ്ഞ കപട മുഖം മൂടി അണിഞ്ഞ ആട്ടിൻ തോലിട്ട ചെന്നായകളാണ് കേരളത്തിലുള്ള രാഷ്ട്രീയക്കാരും കേന്ദ്രത്തിലെ പ്രതിപക്ഷമായ കോൺഗ്രസ് ഉൾപ്പെടെയുള്ളവരും. ഇനിയും ജനങ്ങളെ കബളിപ്പിക്കാമെന്ന് കരുതരുത്. മതേതരത്വത്തിന്റെ മറ്റൊരു വേർഷൻ ചെന്നിത്തല നമ്മുടെ ഓപ്പറേഷൻ തൂഫാന് നേതൃത്വം നൽകുന്ന പോലീസ് ഉദ്യോഗസ്ഥനുമായിട്ട് ജിഫ്രി മുത്തുക്കോയ തങ്ങളെ കാണാൻ പോയിരുന്നു. ഞാൻ ചോദിക്കട്ടെ, ഏതെങ്കിലും ഒരു കോൺഗ്രസ്സുകാരോ ഒരു CPMകാരോ ഒരു സന്യാസി മഠത്തിൽ പോകുന്നത് കണ്ടിട്ടുണ്ടോ? സന്യാസി മഠത്തിൽ ഏതെങ്കിലും സന്യാസി വര്യന്മാരെയോ അല്ലെങ്കിൽ ഹിന്ദു നേതാക്കളെയോ കാണാൻ വീടുകളിൽ ചെന്നതായി നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇതാണ് ഇവരുടെയൊക്കെ മതേതരത്വം. VD സതീശൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയാണ്. അദ്ദേഹം പറഞ്ഞത് എന്താണെന്നറിയാമോ? ജവഹർലാൽ നെഹ്റു ഉണ്ടായിരുന്നെങ്കിൽ അയോധ്യയിലെ പള്ളി ബാബറി മസ്ജിദ് പൊളിക്കാൻ അനുവദിക്കില്ലായിരുന്നു എന്ന്. ഇതിലൂടെ അദ്ദേഹം ചെയ്തത് എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? അദ്ദേഹത്തിനെതിരെ ഇപ്പൊ മുഖ്യമന്ത്രിയായതിനു ശേഷം ഒരുപാട് വിമർശനങ്ങൾ മുസ്ലിം ലീഗിൽ നിന്നും പലയിടത്തുനിന്നും പല കോണുകളിൽ നിന്നും കോൺഗ്രസ് മുസ്ലിം മതവിഭാഗങ്ങളിൽ നിന്നും ഉണ്ടായി. അവരുടെ ഒന്നുകൂടി ചേർത്ത് നിർത്തുന്നതിന് വേണ്ടി, അവരുടെ വോട്ടുകൾ ഒന്നുകൂടി ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്, അവരുടെ വിശ്വാസം ആർജിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇദ്ദേഹത്തിന്റെ ഈ പ്രസ്താവന. അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട കോടതി വിധിച്ചു, ആ സംഭവം അവിടെ കഴിഞ്ഞു, അവിടെ രാമക്ഷേത്രവും ഉയർന്നു. പിന്നെ ഇത് വീണ്ടും കുത്തിപ്പൊക്കേണ്ട ആവശ്യം എന്താണ്? ഇദ്ദേഹത്തിന്റെ ഉള്ളിലിരിപ്പ് ഇപ്പോൾ പുറത്തു വന്നില്ലേ? അപ്പൊ ഇവിടെ മതേതരത്വം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ CPMകാർക്കും കോൺഗ്രസ്സുകാർക്കും ഇസ്ലാം മാത്രമാണ് മതേതരം, മറ്റു മതങ്ങളെല്ലാം മതേതരമല്ല. അതാണ് ഇവരുടെ വാദം.